ഒരു മാസം കൊണ്ട് ഇസ്രായേൽ ഗാസയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഹമാസിനെയും ലെബനനിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഇറാൻ സ്പോൺസർ ചെയ്ത ഹിസ്ബുള്ളയെയും ഏകദേശം തീർത്തു കഴിഞ്ഞു. പക്ഷേ ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ടല്ലോ. ഇസ്രായേൽ എന്തുകൊണ്ടായിരിക്കും ഇറാനെ ഈ മറ്റു രണ്ടുപേരെ തീർത്തതുപോലെ ഇറാനെതിരെ ഒരു ആക്രമണം അഴിച്ചുവിടാത്തത്? അതിന് രണ്ട് കാരണങ്ങളും നമുക്ക് കാണാം. ഒന്ന്, ഇറാൻ ഒരു രാഷ്ട്രമാണ്. ഹമാസോ ഹിസ്ബുള്ളയോ രാഷ്ട്രങ്ങളായിരുന്നില്ല, തീവ്രവാദി ഗ്രൂപ്പുകൾ മാത്രമാണ്. ലോകം മുഴുവൻ വെറുക്കുന്നവരാണ് തീവ്രവാദി ഗ്രൂപ്പുകൾ. കാരണം തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ഒരു ധാർമ്മികതയുമില്ല. അവർ മനുഷ്യരെ കശാപ്പ് ചെയ്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് അവർക്ക് പണം വേണ്ടി വരുന്ന സമയത്ത് ആളുകളെ കൊല്ലുന്നു, മറ്റു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആളുകളെ കൊല്ലുന്നു. അങ്ങനെ ആളുകൾ കശാപ്പ് ചെയ്ത് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് ഈ തീവ്രവാദികൾ എന്ന് പറയുന്നത്. അത് ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ശരിക്കും പറഞ്ഞത്. പഴയ കാലത്ത് യുദ്ധത്തിന് പോലും കൃത്യമായിട്ടുള്ള ധാർമ്മികത ഉണ്ടായിരുന്നു, ഇവർക്കൊരു ധാർമ്മികതയില്ല. അപ്പം അങ്ങനെയുള്ള ആ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളെ ആരെങ്കിലും എതിർക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ കാര്യമായിട്ടുള്ള എതിർപ്പുണ്ടാവില്ല. ആകെ എതിർക്കാനായിട്ടുള്ള ഒരു വകുപ്പ് എന്ന് പറയുന്നത് അവർ മുസ്ലിങ്ങളാണ് എന്നത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ വേണമെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞേക്കാം, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് അത്രേ പറയുള്ളൂ, അവർ അതിൽ കൂടുതൽ അതിനകത്ത് ഇടപെടാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇറാൻ ഈ ഹിസ്ബുള്ളയെ ഇതേപോലെ ആക്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അതിന് അവരെന്തെങ്കിലും ചെയ്ത് പറ്റുമെന്ന് കരുതി കുറേ മിസൈലുകൾ വാരി വിതറിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് അതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് അവരും കരുതുന്നില്ല, ഇസ്രായേലും കരുതുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇസ്രായേൽ ഒരു രാഷ്ട്രമാണ് എന്നതുപോലെ ഇറാനും ഒരു രാഷ്ട്രമാണ്. അപ്പോൾ ഇറാൻ മിസൈലുകൾ അയച്ചു, അതിന് അവർ കാരണം ഹിസ്ബുള്ളയെ അവർ തകർത്തു, ബെയ്റൂട്ടിലൊക്കെ ആക്രമണം നടത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അതിനോടുള്ള ഒരു പ്രതിഷേധമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമായിട്ട് അതിനെ നിലനിർത്തുന്നു. അതിന് പകരമായിട്ട് ഇസ്രായേൽ തിരിച്ചടിച്ചാൽ അത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം പ്രഖ്യാപിക്കാൻ യുദ്ധ വിളംബരമായി ഇറങ്ങണം. യുദ്ധം വേണോ വേണ്ടയോ, യുദ്ധം വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇറാനെ ആക്രമിക്കാതിരിക്കാൻ ഇറാൻ ഒരു രാഷ്ട്രമായതുകൊണ്ട് ഇസ്രായേൽ ആക്രമിക്കുന്നില്ല. പക്ഷേ ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഈ രണ്ട് ഗ്രൂപ്പുകളെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ അപ്പം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെയാണ് ഇറാൻ ഡയറക്റ്റായിട്ട് ആക്രമിക്കുന്നത്. അപ്പം അതിനും ആ ഒരു ന്യായീകരണം. അതെ, ഇസ്രായേൽ ചെയ്യാത്തത്, ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളൊക്കെ അവർ സംരക്ഷിച്ചു കഴിഞ്ഞു. അവരേതാണ്ട് സമ്പൂർണ്ണമായിട്ട് ഹമാസിനെ തീർത്തു, ഹിസ്ബുള്ളയും തീർത്തു, അതേപോലെ ഗാസ പിടിച്ചെടുത്തു. പിന്നെ ലെബൻ്റെ ഒരു ഭാഗമൊക്കെ ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ അവർ വലിയ തോതിൽ വിജയിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ വിജയം മതിയോ, അതോ ഇനി ഇറാനായിട്ട് യുദ്ധം ചെയ്ത് ഒരു വിജയം നേടാനായിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവരുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇറാനോട് യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് ഇറാൻ ഒരു രാഷ്ട്രമാണ്. ഒരു രാഷ്ട്രമാകുന്ന സമയത്ത് ആ രാഷ്ട്രത്തിന് ചില സൈനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇസ്രായേൽ എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ ലോക റാങ്കിങ്ങിൽ 17ാമത്തെ പൊസിഷനാണ് നിൽക്കുന്നതെങ്കിൽ ഇവർ ഒരു 40-45 ആ മേഖലയിലാണ്. ചിലയിടത്ത് അതിന് വ്യത്യസ്തമായിട്ടുള്ള റാങ്കിങ് കൊടുക്കുന്നുണ്ട്. എങ്കിലും റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന ഇസ്രായേൽ തന്നെയാണ്. രണ്ടാമതെയാണ് ഇറാൻ വരുന്നുള്ളൂ. പക്ഷേ അവർക്ക് ആവശ്യത്തിനായിട്ടുള്ള പടക്കോപ്പുകളുണ്ട്. അപ്പോൾ ഇസ്രായേൽ കുറേ പടക്കോപ്പുകൾ ഉപയോഗിച്ച് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ തിരിച്ചും കുറേ സാധനങ്ങളൊക്കെ ഇവർക്കും കിട്ടും, കുറേ ആളുകൾ ഇവരെ നശിക്കും. ഇപ്പോൾ മിസൈൽ വന്ന് വീണ് കുറേ സ്ഥലങ്ങളൊക്കെ തകർന്നെങ്കിലും ആളുകൾക്കൊന്നും കാര്യമായിട്ടുള്ള പരിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും ബങ്കറിൽ ഒളിപ്പിക്കാനായിട്ട്. സ്ഥിരം യുദ്ധമായി കഴിഞ്ഞാൽ പക്ഷേ അങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുന്നത്. സ്ഥിരം യുദ്ധമായി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അവർക്ക് നശിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇറാൻ ഒരു രാഷ്ട്രമായതുകൊണ്ട് ആക്രമിക്കില്ല എന്ന് പറയുന്നത്, പക്ഷേ ഈ ഹിസ്ബുള്ളയെയും ഹമാസിനെയും പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ നയിക്കുന്ന അതൊരു സായുധ സംഘടനയെ, തീവ്രവാദ ശക്തിയെ നയിക്കുന്നത് ഇറാനല്ലേ? അപ്പോൾ ഇറാനെ ആക്രമിക്കാൻ അത്തരത്തിലൊരു ഇപ്പോൾ അടിവേരിറക്കണമെങ്കിൽ ഇപ്പോൾ മൂട് വെട്ടിയാലേ മൊത്തത്തിൽ കരിയുമെന്ന് പറയുന്നത് പോലെ ഇറാനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചാൽ മാത്രമേ ഈ തീവ്രവാദ ശക്തികൾ ലോകത്ത് ഈ വിഷവിത്തുകൾ പാകാതിരിക്കൂ. അപ്പോൾ അത്തരത്തിൽ ഇറാനുമേൽ ഒരു സമ്മർദ്ദം ചെലുത്താനോ ആക്രമണത്തിനോ സാധ്യത കൂടുതലല്ലേ? വാർ സ്ട്രാറ്റജി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, യുദ്ധതന്ത്രം എന്ന് പറയും. അതിൽ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നവർ ചിന്തിക്കും. അപ്പോൾ അവർക്ക് എളുപ്പം എന്ന് പറയുന്നത് ഈ മുള്ള് തകർത്ത് കളയുക എന്നുള്ളതാണ്. അത് തകർത്ത് കഴിഞ്ഞിരിക്കുന്നു ശരിക്കും പറഞ്ഞു. മുള്ള് നിർമ്മിക്കുന്ന ഫാക്ടറി അപ്പുറത്തുണ്ട്, അത് ശരിയാണ്. പക്ഷേ അത് ഒരുപാട് കാലം കൊണ്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതേപോലെയുള്ള തീവ്രവാദ സംഘങ്ങളെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന തീവ്രവാദ സംഘങ്ങളെ സമ്പൂർണ്ണമായിട്ട് അവർ തകർത്ത് തരിപ്പണമായി കളഞ്ഞിരിക്കുന്നു. കാരണം ഇനിയൊന്നും അവശേഷിക്കുന്നില്ല എന്ന് അവർ കരുതുന്നുണ്ട്. ആ രീതിയിൽ അവർക്ക് ആക്രമണം നടത്താനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അവരെ നിർമ്മിച്ച് ഫാക്ടറി തകർക്കണോ എന്നുള്ളത് അടുത്ത ചോദ്യമായിട്ടാണ് നിൽക്കുന്നത്.
ആദ്യം സാധാരണ നമ്മളുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ആദ്യം ആരെ തകർക്കണം, അതാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നത്. പക്ഷേ യുദ്ധതന്ത്രത്തിൽ അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശരിയായിട്ടുള്ള കാര്യം. ഇവരെ തകർക്കുക, അവരെ തകർത്തു. ഇനി ഇറാനായിട്ട് യുദ്ധം വേണോ വേണ്ടെന്ന് തീരുമാനിക്കാം. യുദ്ധം വേണമെന്നുണ്ടെങ്കിൽ അവർ ആക്രമിക്കും. നമ്മൾ കുറച്ച് ദിവസം കാത്തിരുന്നാൽ മാത്രമേ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. യുദ്ധം വേണോ എന്ന് അവർ തീരുമാനിക്കുകയില്ല എന്നുള്ള കാര്യം. ഇസ്രായേൽ തിരിച്ച് ഇറാനെ ആക്രമിക്കാതിരിക്കുന്നത് ഭയപ്പെട്ടതുകൊണ്ടല്ല. ഭയമല്ല അവിടെ പ്രശ്നം. അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവരെ ആക്രമിക്കാൻ വേണ്ടേ എന്നുള്ളത്. പക്ഷേ കുറേ ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ തീരുമാനിക്കും ഇറാനെയും ആക്രമിക്കാം. പക്ഷേ ഇറാനെ ആക്രമിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇറാൻ ഒരു രാഷ്ട്രമാണ്. അവർക്ക് പല രാഷ്ട്രങ്ങളുമായിട്ട് കോൺട്രാക്റ്റുകളുണ്ടാകും, ഉടമ്പടികളുണ്ടാകും. അത് യുദ്ധ ഉടമ്പടികളും ഉണ്ടാകാം, നമുക്കറിയില്ല. ആ യുദ്ധ ഉടമ്പടികളിൽ അവർക്കൊപ്പം നിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രങ്ങളുണ്ട്. അത് ചൈനയുണ്ട്, റഷ്യയൊക്കെ ഉണ്ട്. പക്ഷേ റഷ്യയുടെയും ചൈനയുടെയും വാർ പൊസിഷൻ വളരെ ഉയർന്നതാണ്. ലോകത്തെ രണ്ടാമത്തെ സൈനിക ശക്തിയാണ് റഷ്യ, മൂന്നാമത്തെ സൈനിക ശക്തിയാണ് ചൈന. ആ രണ്ട് രാഷ്ട്രങ്ങളും കൂടി ഇവരെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഒന്നാം ശക്തിയായിട്ടുള്ള അമേരിക്ക ഇസ്രായേലിനെ സഹായിച്ചാലും ഇസ്രായേലിനും അതേപോലെ ഇറാനും ഭീകരമായ നാശനഷ്ടം ഉണ്ടാകും. അപ്പോൾ ആ നാശനഷ്ടം വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലെത്താത്തതിൻ്റെ പേരിലാണ് തൽക്കാലം ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാത്തതെന്നാണ് ഞാൻ കരുതുന്നത്. വിജയം പരാജയമല്ല പ്രശ്നം. യുദ്ധത്തിൽ ഏർപ്പെടുന്ന മുഴുവൻ രാഷ്ട്രങ്ങളും നശിക്കും. മുസ്ലിം രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇറാനെ പിന്തള്ളി പറയുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് ഇറാനുമായി ബന്ധം വേണ്ട, യുദ്ധം നടത്തുന്ന ഇറാനുമായി ഞങ്ങൾക്ക് ബന്ധം വേണ്ട എന്ന് പറയുന്നു മുസ്ലിം രാഷ്ട്രങ്ങൾ. ഇപ്പുറത്ത് നെതന്യാഹു പറയുന്നു ഇറാനെ ആക്രമിക്കും, പക്ഷേ ഇറാനിലെ ജനങ്ങളെ സംരക്ഷിക്കുമെന്ന്. അപ്പോൾ ആ രാഷ്ട്രത്തെ ആക്രമിക്കും, പക്ഷേ ആ രാഷ്ട്രത്തിലെ തീവ്രവാദികളെ ഈ പാലൂട്ടി വളർത്തുന്നവരെ ആക്രമിക്കുമെന്ന് പറയുമ്പോഴും ആ രാഷ്ട്രത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലോജിക്ക് എന്തായിരിക്കും? അല്ല, രാഷ്ട്രത്തെ അവരുദ്ദേശിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ ഈ രാഷ്ട്ര തലവന്മാരെ കൊന്നുകളയാം, ആയത്തുള്ള ഖൊമേനിയെ കൊല്ലാം. കാരണം അതിനുള്ള സംവിധാനങ്ങൾ മൊസാഡ് എന്ന് പറയുന്നതായിട്ടുള്ള രഹസ്യ സംഘടനക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തു കഴിയാൻ. പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീർന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? തീർന്നില്ലെങ്കിൽ അത് യുദ്ധമായി മാറും. യുദ്ധമായി മാറുന്ന യുദ്ധത്തെ സഹായിക്കാൻ ഇപ്പോൾ രാഷ്ട്രങ്ങൾക്ക് താല്പര്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നഷ്ടപ്പെടുന്നത് കോടിക്കണക്കിന് രൂപയാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഒരു മിസൈൽ പൊട്ടിയാൽ പോലും സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരുപാട് നഷ്ടപ്പെടുത്തണം എന്ന് അമേരിക്ക തന്നെ പല രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ലോക പോലീസ് കളിച്ച് ഇപ്പോൾ ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതാണ്. അപ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ള നാശനഷ്ടം കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ അന്തസ്സ് മാത്രമല്ല അവരുടെ സാമ്പത്തിക നിലയും അവരുടെ സ്റ്റാറ്റസും ഒക്കെ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് യുദ്ധത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റഷ്യയോ ചൈനയോ ഒക്കെ ഇതിനകത്ത് ഇടപെടുന്നതെന്ന് യാതൊരു ഉറപ്പില്ല. കാരണം എന്ന് വെച്ചാൽ അവരവരുടെ പൊസിഷൻ നോക്കിയിട്ടാണ് ഇതിനകത്ത് ഇടപെടുന്നത്. ഇവിടെ യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങി എത്രയോ കാലമായി, ആരും ഇടപെടുന്നില്ല. കുറേ പടക്കം പൊട്ടിക്കാനായിട്ട് നാറ്റോ ഉണ്ടായി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കുറേ പടക്കപ്പുകളൊക്കെ കൊടുത്തു, അതല്ലാണ്ട് നമ്മളതിൻ്റെ അകത്ത് ഇടപെടാൻ പോയില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നഷ്ടം വരുന്ന ഒരു കാര്യത്തിലും നമ്മൾ ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇടപെടാതിരിക്കുന്നത് പോലെ മറ്റു രാഷ്ട്രങ്ങളും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക. ഇപ്പോൾ ചൈനയും റഷ്യയും ഇറാനെ സഹായിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ചെയ്യുന്നത് കുറേ പടക്കപ്പുകൾ കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ പൊട്ടിത്തീർന്ന് അപ്പുറത്തുള്ള ആളിൽ ചാവും. അപ്പോൾ സംഭവിക്കുന്നത് ഇസ്രായേലിനും ഇറാനുമാണ് നഷ്ടം ഉണ്ടാവണം. ഇവരെല്ലാവരും നോക്കി നിന്നിച്ചിരിക്കേ ഉള്ളൂ. ഇതൊക്കെ പുതിയ കാലത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പലസ്തീന് വേണ്ടി നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായി. ചിലർ തമാശയ്ക്ക് പറയുന്നത് പോലെ ഹിസ്ബുള്ളയുടെ കേരള ഘടകം വരെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഇറാന് വേണ്ടി ശബ്ദമുയർത്തുന്ന ആരെയും കേരളത്തിൽ ഈ അടുത്ത കാലഘട്ടത്തായി കാണാനില്ല. ഒരു ചാനൽ മാത്രമേ കരഞ്ഞു മെഴുകുന്നുള്ളൂ, മറ്റാരും അത്തരത്തിൽ ഇറാന് വേണ്ടി നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ശരിയല്ല. നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു രാജ്യവിരുദ്ധ ശക്തിയായി മാറില്ലേ. കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യമല്ലേ ഉള്ളത്. ഇന്ത്യ കാര്യത്തിൽ എന്ത് സ്ട്രാറ്റജിയാണ് എടുക്കുന്നത് അതിനൊപ്പം നിൽക്കലാണ് നമ്മുടെ ജോലി, ഇന്ത്യക്കാരായ മുഴുവൻ ആളുകളുടെയും ജോലി. പലസ്തീൻ എന്ന വിഷയത്തിന് കേരളത്തിലെ ഒരു ഭൂരിഭാഗം വരുന്ന പുരോഗമനവാദികളും അങ്ങനെ അല്ല, ഇന്ത്യയുടെ നിലപാടിനൊപ്പം നിൽക്കാതെ പലസ്തീന്റെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ഇറാൻ പോലെയല്ല. പലസ്തീൻ എന്ന് പറയുന്നത് വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ പ്രശ്നമാണ്. ഹമാസിന്റെ കൂടെ അല്ല
നിൽക്കാൻ പറ്റുക. പലസ്തീൻ ജനതയോട് എത്രയോ കുട്ടികളാണ് ഗുരുതി കൊടുക്കപ്പെട്ടത്. അപ്പോൾ അതിനോട് നമ്മൾ മനുഷ്യ എന്ന നിലക്ക് നമ്മളൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് നല്ലതാണ്. കാരണം അത് മനുഷ്യത്വത്തിൻ്റെ പാർട്ടാണ്. രാഷ്ട്രീയം ഉണ്ടാകരുത്. അതിൻ്റെ രാഷ്ട്രീയമൊന്നും പാടില്ല. മനുഷ്യരെ കൂട്ടമായിട്ട് മനുഷ്യനെ കൊന്നു തള്ളുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൊന്നു തള്ളുന്നവർക്കെതിരെ നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ യുദ്ധം വരുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ മാറി. യുദ്ധം വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രവും മറ്റൊരു രാഷ്ട്രവും തമ്മിലുള്ള യുദ്ധമായിട്ട് മാറിക്കഴിയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രം എടുക്കുന്ന നിലപാട് എന്താണോ ആ നിലപാടിനൊപ്പമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മളുടെ ഒരു സമൂഹത്തിൽ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ് അതാണ്. അല്ലാണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ രാജ്യദ്രോഹിയായി തീരും. രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് യുദ്ധത്തിനെതിരായിട്ട് നിലപാടെടുത്ത് ലോകത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ബുദ്ധിജീവികൾ, പ്രതിഭാശാലികൾ, അവരെയൊക്കെ അതാത് രാഷ്ട്രങ്ങൾ പിടിച്ച് അകത്തിട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബ്രിട്ടനിൽ യുദ്ധത്തിനെതിരെ സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ബെർട്രാൻഡ് റസൽ ജയിലിൽ പോയി. ഫ്രാൻസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാംഗോൾ സാർത്തിനെ പിടിച്ച് ജയിലിലിട്ടു. അങ്ങനെ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള നിലപാടെടുക്കുന്നവരെ രാഷ്ട്രവിരുദ്ധർ എന്നാണ് പ്രഖ്യാപിക്കുക. 1. 2, യുദ്ധത്തിൻ്റെ സമയത്ത് അങ്ങനെ വരുമ്പോൾ അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പോലും രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അതാണ് പ്രശ്നം. അവിടെ നിങ്ങൾ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് ജീവകാരുണ്യപരമായിട്ടുള്ള പ്രതികരണം നടത്തിയത്, അല്ലെങ്കിൽ ലോക മനസാക്ഷിക്ക് വേണ്ടി സംസാരിച്ചെന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അത് രാഷ്ട്രത്തിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ പാർട്ടാണ്. തീർച്ചയായിട്ടും എവിടെയാണോ സത്യം അവിടെ നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇറാൻ കാത്തിരിക്കുന്നത് എന്തൊക്കെ ദുരന്തങ്ങളാണ്. ഇസ്രായേൽ ഒരു രാഷ്ട്രത്തെ ആക്രമിക്കില്ല എന്ന് പറയുമ്പോഴും എന്തെല്ലാം തന്ത്രങ്ങളാണ് ഇറാനെതിരെ മൊസാദ് എന്ന ചാര സംഘടനയും ഇസ്രായേലും മെനഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കാർക്കും ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയുമായിരിക്കും. ഒക്ടോബർ 7 എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ദിവസം കൂടിയാണ്.